ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആവറേജ് കോസ്റ്റ് എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് എ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി പ്രൊഡ്യൂസ്ഡ്. ടോട്ടൽ കോസ്റ്റിനെ ഉൽപ്പാദിപ്പിച്ച അളവ് കൊണ്ട് ക്യൂ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. ദെയർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ദ യൂണിറ്റ് കോസ്റ്റ്. അതിന് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റിന് എന്ത് ചിലവ് വരുന്നോ അതാണ് ആവറേജ് കോസ്റ്റ്. But the marginal cost is the additional cost. It is the change in total cost divided by change in the level of output, or it is equal to dTC by dQ, or marginal cost is the derivative of the total cost function. Total cost function derivative ആണ് marginal cost. Marginal cost എന്ന് പറഞ്ഞാൽ additional cost if one more unit of the commodity is produced. കമ്മോഡിറ്റിയുടെ ഒരു വൺ മോർ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണോ ചിലവ് വരുന്നത് അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ വിശകലനത്തിൽ നിന്ന് എ സിയും എം സിയും തമ്മിലുള്ള ആദ്യ ബന്ധം നമുക്ക് മനസ്സിലാക്കാം. രണ്ടും ടോട്ടൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് രീതിയിൽ? ആവറേജ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ output and marginal cost is the dTC by dQ. Both are related to or deriving from total cost of production. മറ്റൊരു ബന്ധം, both curves are U-shaped curves. അതാണ് എ സി U-shaped കർവാണ്, എം സിയും U-shaped കർവാണ്. ഒരു U-shaped കർവ് എന്ന് പറയുമ്പോൾ അത് ആ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഹിയർ ഇറ്റ് ഈസ് ദ കോസ്റ്റ് യു ഷേപ്പ്ഡ്. ഒരു കർവ് യു ഷേപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് ഈ ഫംഗ്ഷൻ ഏറ്റവും മിനിമം ആകുന്നത് ഈ പോയിന്റിലാണെങ്കിൽ ഔട്ട്പുട്ട് ഇത് എക്സ് ആണെന്ന് കരുതാം. When output is x, the function is minimum or the average cost is minimum. So up to x വരെ as output increases, output കൂടുന്നതിനനുസരിച്ചിട്ട് average cost decreases. Then after x, as output increases, average cost increases. ഇതാണ് ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്പ്ഡ് കർവ് ആവാനുള്ള കാരണം. ഇതിന് നമ്മൾ എക്കണോമിക്സിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ് ടു എ പോയിൻറ്റ് ദ ഡിമിനിഷിങ് റിട്ടേൺസ് ഓപ്പറേറ്റ്, ദെൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ഓപ്പറേറ്റ്, ദെൻ ഇൻക്രീസിങ് റിട്ടേൺസ് ഓപ്പറേറ്റ് എന്നൊക്കെ പറയും. ഇവിടെ നിങ്ങൾ ആ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരു പരിധി വരെ ആവറേജ് കോസ്റ്റ് ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവിനനുസരിച്ച് കുറഞ്ഞു വരുന്നു, ദെൻ അത് കൂടി വരുന്നു. മാർജിനൽ കോസ്റ്റും യു ഷേപ്പ്ഡാണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, ഒരു പരിധി വരെ എം സി കുറയുന്നു, അതിനുശേഷം എം സി കൂടുന്നു. Then, so far we discussed two important relationship between AC and MC. എസിയും എം സിയും തമ്മിലുള്ള രണ്ട് പ്രധാന ബന്ധങ്ങളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, രണ്ടും ടി സിയിൽ നിന്ന് വരുന്നു. രണ്ടും യു ഷേപ്പ്ഡാണ്. മൂന്നാമതൊരു ബന്ധം, when AC is decreasing, എ സി കുറഞ്ഞു വരുന്ന സമയത്ത് എം സി ഈസ് ലെസ് ദാൻ എ സി. എം സി എന്ന് പറയുന്നത് എ സിയേക്കാൾ ചെറുതായിരിക്കും. ചെറുതാണ്. എം സി എന്ന് പറയുന്നത് എ സിയേക്കാൾ ചെറുതായിരിക്കും. ബട്ട് വെൻ എ സി ഈസ് ഇൻക്രീസിങ്, എന്നാൽ എ സി കൂടുമ്പോഴോ എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി. എം സി എന്ന് പറയുന്നത് എ സിയേക്കാൾ കൂടുതലായിരിക്കും. ബട്ട് വെൻ എ സി ഈസ് മിനിമം, എ സി മിനിമം ആയിരിക്കുന്ന സമയത്ത്
എം സി ഈസ് ഈക്വൽ ടു എ സി. എം സിയും എ സിയും തുല്യമായിരിക്കും. എ സി എം സി കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. ഒരിക്കൽ കൂടി നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം. അതായത് വെൻ എ സി ഈസ് ഡിക്രീസിങ് എം സി ഈസ് ലെസ് ദാൻ എ സി. വെൻ എ സി ഈസ് ഇൻക്രീസിങ് എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി. വെൻ എ സി ഈസ് മിനിമം എം സി ഈസ് ഈക്വൽ ടു എ സി. ഈ ബന്ധങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഈ ബന്ധങ്ങളെ ഒന്ന് ഡയഗ്രാമിൽ അടയാളപ്പെടുത്തി നോക്കാം. ദിസ് ഈസ് ദി ആവറേജ് കോസ്റ്റ് കർവ്. എ സി എം സി റിലേഷനിൽ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എ സി മിനിമം ആയിരിക്കുന്ന സമയത്ത് എം സിയും എ സിയും ഈക്വലാണെന്ന് പറഞ്ഞു ഇല്ലേ? എ സി ഏറ്റവും മിനിമം ആയിരിക്കുന്ന സമയത്ത് എം സിയും എ സിയും ഈക്വലാണ് എന്ന് പറഞ്ഞാൽ എം സി കർവും എ സി കർവും ഈ പോയിന്റിൽ ഈക്വലായിരിക്കും. നോക്കൂ, വെൻ എ സി ഈസ് ഡിക്രീസിങ്, എ സി കുറഞ്ഞു വരുന്ന ഈ സമയത്ത് എം സി ഈസ് ലെസ് ദാൻ എ സി. എം സി എ സിയേക്കാൾ കുറവാന്ന് പറഞ്ഞാൽ എം സി എ സിയേക്കാൾ കുറവാണ് ഈ ഭാഗങ്ങളിൽ. ഇവിടെ എത്തുമ്പോൾ ഈക്വലായി. പിന്നെ വെൻ എ സി ഈസ് ഇൻക്രീസിങ്, അവിടെ നിന്ന് അങ്ങോട്ട് എ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി. എം സി എ സിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ബന്ധങ്ങൾ നമ്മൾ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? എം സി കട്ട്സ് അല്ലേ? എം സി കട്ട് ചെയ്യുന്നുണ്ട്. എം സി കട്ട്സ് എ സി അറ്റ് ഇറ്റ്സ് മിനിമം പോയിൻ്റ്. എ സിയെ അതിൻ്റെ മിനിമം പോയിന്റിൽ എം സി കട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തത് എ സി എം സി ബന്ധങ്ങളാണ്. ബന്ധം ബോത്ത് ആർ ഡിറൈവിങ് ഫ്രം ടി സി. ദെൻ 2 ബോത്ത് ആർ യു ഷേപ്ഡ് കർവ്സ്. 3 വെൻ എ സി ഈസ് ഡിക്രീസിങ് എം സി ഈസ് ലെസ് ദാൻ എ സി. 4 വെൻ എ സി ഈസ് ഇൻക്രീസിങ് എം സി ഈസ് ഗ്രേറ്റർ ദാൻ എ സി. 5 വെൻ എ സി ഈസ് മിനിമം എം സി ഈസ് ഈക്വൽ ടു എ സി. 6 വെൻ these relations are depicted in a diagram, we can see that the MC curve cuts the MC curve cuts AC curve from or at its minimum point. Okay.